നിങ്ങൾ ഈ കാണുന്ന കൊട്ടാരം പോലുള്ളൊരു വീട്, ഇതിൻ്റെ പിൻഭാഗത്തായിട്ട് വരുമാനത്തിനായിട്ട് ഏകദേശം ഒരു 200ഓളം റബ്ബർ മരങ്ങൾ, ഇതെല്ലാം ഫ്രീ ആയിട്ടാണ് തരാൻ പോകുന്നത്. കാലി സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി. അർജൻറ്റ് സെയിലാണ്, പെട്ടെന്ന് വിൽപ്പന നിർബന്ധമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും എങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളി. അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ അർജൻറ്റ് വിൽപ്പനയാണ് നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നിങ്ങൾ ഈ കണ്ട ഏകദേശം 2700 സ്ക്വയർ ഫീറ്റിന്റെ മുകളിലായിട്ട് വരുന്ന 2 നില ഒരു സൂപ്പർ വീട്. ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ള ഏകദേശം 200ഓളം റബ്ബർ മരങ്ങൾ, 5 വർഷമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങൾ, അതുപോലെ തന്നെ ഇതിൽ ഉള്ളതാണ് 30 തെങ്ങ്. ഈ വലിയ വീട് അങ്ങനെ ഇതിനൊന്നും നമ്മൾ വില ചോദിക്കുന്നില്ല. ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഇതിനൊന്നും നമ്മൾ വില കാൽക്കുലേറ്റ് ചെയ്യുന്നതേ ഇല്ല. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിന്റെ ലാൻഡിൻ്റെ അവിടെ വില ഉണ്ടാവില്ല, കാലി സ്ഥലത്തിന്, അതിൻ്റെ വിലയിലും കുറച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിന് ചോദിക്കുന്നത്, വില ഉദ്ദേശിക്കുന്നത്. കാരണം അർജൻറ്റായിട്ട് ഈ വീട് വിൽപ്പന നിർബന്ധമാണ്. വേറെ ഒന്നുമല്ല, ഇതിൽ ബാങ്ക് ലോൺ ജാമായിട്ടുണ്ട്. ബാങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ബാങ്കിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനി ചെറിയ കാലതാമസം മാത്രമേ ഉള്ളൂ, അതായത് ചെറിയ ഇടവേള മാത്രമേ ഉള്ളൂ ഇനി ഇതിൽ ഈ വീട് ജപ്തി ചെയ്യാണ്ടിരിക്കാനുള്ള സമയം. ഡിസംബർ 15-ാം തീയതി വരെയാണ് ഇവർ ബാങ്കർ ടൈം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഈ പൈസ കൊണ്ടുപോയി അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ജപ്തി ചെയ്യും. അപ്പോൾ നമ്മൾ വലിയ വിലയൊക്കെ പറഞ്ഞിട്ട് ഇനി പ്രോപ്പർട്ടി കെട്ടിപ്പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ കിട്ടുന്ന വിലക്ക് നല്ല ഓഫറിൽ പെട്ടെന്ന് കൊടുത്ത് ഒഴിവാക്കുക. അപ്പോൾ ഇത് കഴിച്ചിട്ട് ഈ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഇവർക്ക് ബാങ്കിൽ കടം വീട്ടുക, ബാലൻസ് കിട്ടുന്നതുകൊണ്ട് എവിടെയെങ്കിലും ചെറിയ വീട് വാങ്ങാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അല്ലാതെ ഇതൊരു ചാരിറ്റി ആയിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് കടങ്ങളുണ്ട്, സ്വാഭാവികമായിട്ട് വലിയൊരു കടബാധ്യത ഉണ്ട്. അപ്പോൾ അതിന് അവരുടെ അടുത്തുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് വിൽപ്പന, അത് വിറ്റിട്ട് അവർ കടം വീട്ടുക, ബാക്കി ഒരു വീട് വെക്കുക എന്നുള്ള ഒരു ഉദ്ദേശമുള്ളൂ. സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുമ്പോൾ വളരെ മനസ്സിക്ക് വിഷമമുള്ളൊരു സംഭവം തന്നെയാണ്, നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ്. പക്ഷെ വിൽക്കല്ലാതെ ഒരു നിർവാഹമില്ല. അതും വലിയ വില പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് അത് എടുക്കാൻ ആളുണ്ടാവില്ല. വലിയ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നിസ്സാര വില ചോദിക്കുന്നുള്ളൂ, ഏകദേശം പകുതി റേറ്റ്. വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ ഒരു നഷ്ടം വരില്ല. ഇതിൻ്റെ ഒരു ഇരട്ടി ലാഭമല്ലാണ്ട് ഒരിക്കലും നഷ്ടം വരില്ല. അത് ഞാൻ ഗ്യാരണ്ടി തരാം. നേരിട്ട് പോയി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി. അപ്പോൾ ഇത് എന്താണ് ഈ പ്രോപ്പർട്ടി, എങ്ങനെയാണ് വീട് എന്നുള്ളതിൻ്റെയൊക്കെ വിഷ്വൽസ്, പൂർണ്ണ രൂപം ഞാൻ വീഡിയോ ആയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷനിലേക്ക് എത്രയാണ് ഇതിന് വില പറയുന്നതൊക്കെ നമ്മൾക്ക് വിശദമായിട്ട് തന്നെ പറയാം. ആദ്യം നമ്മൾക്ക് വീട് കാണാം. മലപ്പുറം ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഭാഗത്താണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ആ വീടൊന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഈ ഒരു പ്രോപ്പർട്ടിയിലുള്ള വീടാണിത്. 2700 സ്ക്വയർ ഫീറ്റാണ്. വലിയ പഴക്കല്ലാത്ത നല്ല സൂപ്പർ വീടാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു കിഡിലൻ വീട്. ഇതിനൊന്നും നമ്മൾ വില കാൽക്കുലേറ്റ് ചെയ്യണില്ല കേട്ടോ. വീടൊക്കെ കാണിച്ചു തരാം. നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട പഞ്ചായത്ത് റോഡാണ്. തൊട്ട് മുന്നിലൊക്കെ വീടുകളുണ്ട്. ഈ ഒരു പ്ലോട്ടിൻ്റെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫ്രണ്ടേജ് ഉണ്ട്. ഈ അടിഭാഗത്ത് ഇതിലൊക്കെ ഈ കാണുന്നതൊക്കെ ഇതിൽപ്പെട്ട സ്ഥലങ്ങളാണ്. ഏകദേശം 1.6 1 ഏക്കറയും 6 സെന്റ് സ്ഥലമാണ് ഇത് ടോട്ടലി ഉള്ളത്. നല്ല ഭംഗിയുള്ള എലിവേഷനോട് കൂടി നല്ല എക്സ്റ്റീരിയൽ വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ്. വലിയ പഴക്കല്ല, പുതിയ വീട് അങ്ങനെ തന്നെ പറയാം. സിറ്റ് ഔട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഫില്ലർ വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു സൂപ്പർ സിറ്റ് ഔട്ട്. ഫില്ലറിലൊക്കെ സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം നല്ല ക്വാളിറ്റി ബേസ് മെറ്റീരിയൽ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പിൻ്റെ റൈസിങ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ്. മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് മാർബിളാണ്. മാർബിളിൻ്റെ വലിയ സ്ലാബ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ജനൽപ്പൊളികൾ, വാതിൽപ്പൊളികളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതെല്ലാം ഫുള്ള് തേക്കിൻ്റെ കാതിലാണ്. അതായത് ഈ ഒരു പ്ലോട്ടിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് വെട്ടിയിട്ടുള്ള തേക്കിൻ്റെ കാതിൽ വെച്ചിട്ടാണ് മുഴുവൻ ജനൽപ്പൊളികളും വാതിൽപ്പൊളികളും കട്ടിലൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല തിക്നെസ് വെച്ചിട്ടാണ് കേട്ടോ, ഫുള്ള് കാതിലാണ്. ഇതൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇവിടെ മെയിൻ ഡോറിൽ വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. ഇവിടെ ബാങ്കിൻ്റെ നോട്ടീസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വിഷയമാക്കണ്ട. ഇത് നമ്മൾക്ക് കുറച്ച് കാലം കൊണ്ട് ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ 20 ദിവസത്തിനുള്ളിൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാവുന്നൊരു കേസുള്ളൂ. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്, അർജൻറ്റ് വിൽപ്പനയാണ്.
സിറ്റ് ഔട്ടിൽ നിന്ന് കയറി വരുമ്പോൾ വലിയൊരു ഹാളിലേക്കാണ്. വീട് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. 2700 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. അടിഭാഗത്ത് 2 ബെഡ്റൂമുണ്ട്. 2 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡാണ്. ഒരു പ്രെയർ റൂമുണ്ട്, ഒരു ലിവിങ് റൂമുണ്ട്, കിച്ചൺ, വർക്ക് ഏരിയ, അങ്ങനെ അത്യാവശ്യം വലിയ സൗകര്യമുള്ള നല്ലൊരു വീട്. ഹാളിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലുള്ളൊരു തൂണ് കൊടുത്തിട്ടുണ്ട്. അതായത് അത്രയും ലെങ്ത് വരുന്നുണ്ട്. മെയിൻ ബീമിന് സപ്പോർട്ടായിട്ട് ഒരു തൂണ് ഈ ഹാളിൻ്റെ സെൻട്രലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിംഗ് ഒക്കെ ഫുള്ള് ചെയ്തിട്ടുള്ളത്, അടിഭാഗം ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള മാർബിളിൻ്റെ വലിയ പീസ്, വലിയ സ്ലാബാണ്. സ്റ്റെപ്പിൻ്റെ ചവിട്ടുന്ന പടികൾ ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ മുകൾ ഭാഗത്ത് പറകോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ള് ഗ്രാനൈറ്റാണ്. സ്റ്റെയറിൻ്റെ അടിഭാഗത്തായിട്ട് ഇവിടെ ഒരു വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോക്സ് ടൈപ്പുള്ള ഒരു വാഷ് കൗണ്ടർ. ഇതാണ് ലിവിംഗ് റൂം വരുന്നത്. ഇതിലെ ജനൽ കട്ടിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ജനലിൻ്റെ കട്ടിലകൾ, അതുപോലെ തന്നെ ജനൽ പൊളികളൊക്കെ ഫുള്ള് തേക്കിലാണ്. തേക്കിൻ്റെ കാതിൽ വെച്ചിട്ട് നല്ല തിക്നെസ് ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളത് ഈ സ്ക്വയർ പൈപ്പ്, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഈ ജനലിലെ കുളത്തുകൾ, കുറ്റി കുളത്തൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, എല്ലാം കോസ്റ്റ്ലി സാധനങ്ങളാണ്. അതായത് എടുത്തെടുത്ത് പറയുന്നത് ഇതൊരു വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുള്ള വീടല്ല. ചെയ്തിട്ടുള്ള വർക്കുകൾ എല്ലാം നല്ല ബ്രാൻഡഡ് സാധനം വെച്ചിട്ടും നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ചെറിയ വർക്കുകൾ പെൻഡിങ് ഉണ്ട്. കർട്ടൺ ഇടണം. അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഒരു കോട്ട് പെയിൻറ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. കളർഫുൾ പെയിൻറ് അടിക്കണം. ലിവിംഗ് റൂമിൽ നിന്ന് മുകളിലേക്കുള്ളൊരു ഹാളാണിത്. നമ്മളെ ലിവിങ്ങിൽ നിന്ന് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബാൽക്കണി പോലെ ഉണ്ട്. മുകൾ ഭാഗത്ത് നേരിട്ടൊരു വ്യൂ പോയിന്റ് അടിക്ക് വരുന്നുണ്ട്. ഇതൊരു പ്രയർ റൂമാണ്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഫുള്ള് മാർബിളാട്ടോ ചെയ്തിട്ടുള്ളത് അടിഭാഗം. ഇനി ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ, അതായത് കുറച്ചും കൂടെ ഒക്കെ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ ഇവിടെ ഡ്രസ്സിങ് ഏരിയയിൽ ഇവിടെ ഒരു വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചുമരിലൊക്കെ നല്ല രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രീതിയിലുള്ള സൈഫോണിക് ക്ലോസറ്റാണ് ഇതിൽ ഫിറ്റ് ആക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഡ്രസ്സിങ് ഏരിയയിൽ ഇവിടെ വാർഡ്രോബൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഏരിയ ഒക്കെ ഉണ്ട്. വാതിൽപ്പൊളികളെല്ലാം കണ്ടോ, ഇതുപോലുള്ള വാതിൽപ്പൊളികളാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഫുള്ള് കാതിൽ, മരത്തിൻ്റെ കാതിൽ. ഇത് മറ്റൊരു ബെഡ്റൂമാണത്. ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. ചുമരൊക്കെ മുഴുവനായിട്ട് നല്ല ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് കിച്ചണിൻ്റെ ഭാഗം. ഇവിടെ ചെറിയൊരു പാർട്ടായിട്ട് ഇവിടെ ഒരു ചെറിയൊരു പാസേജ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ഡൈനിങ് ആയിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല മാർബിൾ വെച്ചിട്ടോ, നല്ല യെസ് വൈറ്റ് നല്ല മാർബിൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആലുവ പുകയില്ലാത്ത അടുപ്പുണ്ട്. ചുമരിലൊക്കെ അതുപോലുള്ള സ്പേസർ വെച്ചിട്ട് നല്ല ക്രീം കളർ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോർ റൂം പോലെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് കിച്ചൺ സിങ്ക്. ഈ സിങ്കിൻ്റെ ഒക്കെ ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാവും. ഡബിൾ ബോളാണിത്. ഡബിൾ ബോളിൽ നല്ല ബ്രാൻഡഡ് ആയിട്ടാണ്. കിച്ചൻ്റെ ടാപ്പുകളൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നല്ല ബ്രാൻഡഡ് സാധനം വെച്ചിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുള്ളത്. ഈ വീടിപ്പോൾ വാടകയ്ക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഹൗസ് ഓണറല്ല ഇതിൽ താമസിക്കുന്നത്.
ഇനി നമ്മൾ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിന് ഹാൻഡ് റെയിൽ വെച്ചിട്ടില്ല. അങ്ങനെ ചെറിയ ചെറിയ വർക്കുകൾ, ഫിനിഷിംഗ് വർക്കുകൾ ഇനി പെൻഡിങ് ഉണ്ട്. ഹാൻഡ് റെയിൽ വെക്കണം, ജനലിന് കർട്ടൻസ് വെക്കണം. ഇവിടെ പർഗോള, നല്ല വെളിച്ചത്തിനായിട്ട് നല്ല പർഗോള കൊടുത്തിട്ടുണ്ട്. പർഗോളിൻ്റെ അടിയിലൊക്കെ നല്ല ഫാൻസി ലൈറ്റ്സ്, LED ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് സെറാമിക് ടൈലാണ്, ഫുൾ ബോഡി ടൈലാണ്. 3x3 സൈസിലുള്ള ടൈലാണ് മുകൾ ഭാഗം ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. റൂഫൊക്കെ നല്ല ഭംഗിയാണ്. മുകളിൽ 2 ബെഡ്റൂമാണുള്ളത്. ഈ 2 ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. അതുകൂടാണ്ട് 2 ബാൽക്കണി ഒക്കെ വരുന്നുണ്ട്. ഇത് മുകളിൽ നിന്ന് അടിഭാഗത്തേക്കുള്ളൊരു ബാൽക്കണിയാണിത്. ഇത് നമ്മളെ അടിഭാഗത്ത് ഹാളിലേക്കുള്ളതാണ്. അപ്പോൾ ഇതിനിവിടെ ഹാൻഡ് റെയിൽ വെക്കണം. ഹാൻഡ് റെയിലിൻ്റെ വർക്ക് പെൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കോട്ട് പെയിൻറ്റിങ്ങും കൂടെ വെക്കണം. നല്ല ഫാൻസി ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ നല്ല ഭംഗിയായി. നേരെ ഇപ്പുറത്തെ സൈഡിൽ ഇവിടെയും ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ വരുന്നത് നമ്മളെ ലിവിങ് ഏരിയയിലേക്കാണ്. ലിവിങ് ഏരിയയിലേക്ക് ഒരു ഓപ്പൺ ബാൽക്കണി ഇവിടെ നിന്ന് വരുന്നുണ്ട്. അങ്ങനെ വീടിൻ്റെ പ്ലാനിങ് എല്ലാം അടിപൊളിയാണ്. നല്ല സെറ്റപ്പായിട്ട് നല്ല യൂസ്ഫുള്ളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓരോ വർക്കുകളും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറൊരു ബാൽക്കണി വരുന്നുണ്ട്. പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത്. നല്ല സ്ഥലം, നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ. മുകൾ ഭാഗത്തെ ഡോർ ഉണ്ടല്ലോ, ഫുള്ള് നല്ല വുഡ് വെച്ചിട്ട്, തേക്ക് വെച്ചിട്ട്. അതായത് വീണ്ടും വീണ്ടും ഇതിങ്ങനെ എടുത്തു പറയുന്നത്, ഈ വീട്ടിലെ ഓരോ മെറ്റീരിയൽസും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു വിൽപ്പനക്കായിട്ട് കയറ്റിയിട്ടുള്ളൊരു വീടല്ല. നല്ല വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ്. ഒരു കോട്ട് പെയിൻറ്റ് കൊടുത്താൽ മതി, കർട്ടൺ. അതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഹാൻഡ് റെയിലൊക്കെ വെക്കണം. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അടിപൊളി വീടായി. വലിയ പഴക്കമില്ലാത്ത നല്ല വലിയ സൗകര്യമുള്ള നല്ല സൂപ്പർ വീട്. ചെയ്തിട്ടുള്ള വർക്കുകൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ ബാത്റൂമാണിത്. ഇനി ഈ വീട്ടിലെ വയറിങ്ങിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കൺസീൽഡ് വർക്ക്, പ്ലംബിംഗ് എല്ലാം നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ വയറിങ്ങിൻ്റെ ഓരോ ഭാഗവും നല്ല LCB വർക്കൊക്കെ ചെയ്തിട്ട് നല്ല കറണ്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഇതിൽ തന്നെ സെറ്റപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ബെഡ്റൂമാണ് മുകൾ ഭാഗത്തേത്. ഇതും ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. സൈഡ് ഭാഗത്ത് ഇവിടെ ഡ്രസ് വർക്ക് ചെയ്ത് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അടിയിൽ. ഫ്രണ്ട് ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ്റുണ്ട്. നിലവിലിത് പുല്ല് പൊന്തിയതാണ്. നല്ല രീതിയിലുള്ള മുറ്റുണ്ട്. ചെറിയ രീതിയിലുള്ള ഒരു ഇൻ്റർലോക്കൊക്കെ പതിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി. ഇനി വീട്ടിലുള്ള മരങ്ങൾ ഞാൻ പറഞ്ഞില്ല, അതാ ചെന്തേങ്ങ, അതുപോലെ തന്നെ ഒട്ടുമാവുകൾ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മാവുകളുണ്ട്. 6-7 മാവുകളുണ്ട്. അതുപോലെ തന്നെ മാംഗോസ്റ്റീനുണ്ട്, റംബുട്ടാനുണ്ട്, ചിക്കുണ്ട്. ഇതെല്ലാം ഈ ഒരു വീട്ടുവളപ്പിൽ ഇവർ വെച്ചിട്ടുണ്ട്. നിരവധി ഫലവൃക്ഷ തൈകൾ. റംബുട്ടാനാണിത്. അതുപോലെ തന്നെ ഇവിടെ ചെന്തേങ്ങ ഉണ്ട്, പ്ലാവ്, മാവ്. ഇവിടെയൊക്കെ ചെറിയ നല്ല ഫാൻസി ആയിട്ടുള്ള പ്ലാവാണിത്, ചിക്കു. അങ്ങനെയുള്ള നിരവധി മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് കിണറിൻ്റെ സ്ഥാനം. കിണറുണ്ട്, ഒരു കുഴൽ കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. അപ്പോൾ വെള്ളത്തിനൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു ഏരിയ ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഘടന കാണിച്ചു തരാം. അതായത് കൂടുതൽ സ്ഥലമുണ്ട്. 1 ഏക്കർ 6 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ കരിങ്കൽ കെട്ടാണ് ഒരു അതിര് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട്
ഒരുപാട് ഏരിയ ഈ റോഡ് ഫ്രണ്ടേജാണ്. ഈ റോഡിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന ഈ ഫുള്ളായിട്ടുള്ള ഈ സ്ഥലങ്ങളൊക്കെ ഇതിൽ പെട്ടതാണ്. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇവിടെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊക്കെ റോഡ് ഫ്രണ്ടേജാണ് കേട്ടോ വരുന്നത്. നല്ലൊരു എൽ ഷേപ്പിൽ രണ്ട് ഭാഗവും ഇതിൻ്റെ ഇതുപോലുള്ള ടാറിട്ട റോഡാണ് വരുന്നത്, പഞ്ചായത്ത് റോഡാണ്. ഇവിടെ വീട്, ഇതിൻ്റെ അടിഭാഗത്തൂടെ ഒക്കെ ഉണ്ട് സ്ഥലങ്ങൾ. റബ്ബർമാരാണ് റബ്ബർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലൊക്കെ തേക്കുണ്ട്. അതുപോലെ തന്നെ 30-35ഓളം തെങ്ങുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ. ഈ റോഡ് വരുന്നത് ഇതിൻ്റെ ഇടത് ഭാഗത്ത് കാണുന്ന ഈ റബ്ബർ മരം ഇതെല്ലാം ഇതിൽ പെട്ടതാണ്, ഈ ഒരു പ്രോപ്പർട്ടിയിൽ പെട്ടതാണ്. രണ്ട് ഭാഗവും റോഡുണ്ട്. 200ഓളം ഏകദേശം 5 വർഷമായിട്ട് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറുണ്ട് ഇതിൽ. അതിൻ്റെ ഇടയിലൊക്കെ തെങ്ങുകളുണ്ട്. ഇതിൻ്റെ ഈ ഇടയിലൊക്കെ ആയിട്ട് ഇവിടെ തേക്കുകളൊക്കെ ഉണ്ട്. ഇത് രണ്ട് ഭാഗത്തൂടെയും റോഡാണ്. തൊട്ടടുത്തൊക്കെ അയൽവാസികളുണ്ട്, വീടുകളുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും ഇത് എടുത്തിട്ട് മുറിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെല്ലാം പറ്റും. ചെറിയ ചെറിയ പ്ലോട്ടുകളൊക്കെ ആയിട്ട് കൊടുക്കാം. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 100 മീറ്റർ ദൂരപരിധി മാത്രമേ ഉള്ളൂ. നല്ല റബ്ബറാട്ടോ. അത്യാവശ്യം നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇവിടെ എന്തോ ഒരു കടകളൊക്കെ ഉണ്ട്. നല്ല വൃത്തിയുള്ള റബ്ബർ തോട്ടം കേട്ടോ. അതായത് നിലവിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്നൊരു തോട്ടമാണിത്. 5 വർഷമായിട്ടുള്ള വെട്ടൽ തുടങ്ങിയിട്ട്. നല്ല പാലുള്ള നല്ല മരങ്ങളാണ് എല്ലാം. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് വീടുള്ളത്. ചെറിയ സ്ലോപ്പാണ്, അതായത് വലിയ സ്ലോപ്പ്, നേരെ മലഞ്ചെരിവല്ല, ചെറിയ രീതിയിലുള്ള സ്ലോപ്പ്. ഇതുണ്ടെങ്കിൽ കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള പാലുണ്ട്. നിലവിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ടം. മാസം വരുമാനമുണ്ട്. ഇതിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ. വീടിന്റെ പിൻഭാഗമാണത്. അപ്പൊ നമ്മൾ വീട് കണ്ടു. ഇനി ഇതിന്റെ കറക്റ്റ് ലൊക്കേഷനും ഇതിന്റെ വിലയും പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ടോട്ടലി 1 ഏക്കർ 6 സെന്റ് സ്ഥലമാണുള്ളത്. 1 ഏക്കർ 6 സെന്റ് സ്ഥലമാണ് മൊത്തത്തിൽ ഇതിലുള്ളത്. അതിന്റെ സെൻട്രൽ ഭാഗത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അതിൽ 200ഓളം വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങളുണ്ട്. മാസം അതിന്മേൽ തന്നെ നല്ലൊരു വരുമാനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 30-35ഓളം നല്ല കായ്ഫലമുള്ള തെങ്ങുണ്ട്. അതിലൂടെയൊക്കെ തേക്ക് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ഫലവൃക്ഷ തൈകളുണ്ട്. അതൊക്കെ നമ്മളെ വീഡിയോയിലൂടെ നമ്മൾ കാട്ടിയിട്ടുണ്ട്. നിരവധി റംബൂട്ടാന്, മാംഗോസ്റ്റിൻ, അങ്ങനെയുള്ള ഒട്ടുമാവ്, അങ്ങനെയുള്ള ഒരുപാട് മരങ്ങളൊക്കെ ഈ വീടിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ഇവർ വെച്ചിട്ട് നല്ല കോസ്റ്റ്ലി മരങ്ങൾ, ബഡ് ചെയ്തിട്ടുള്ള ഒരുപാട് മരങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പോട്ടെ, വീടിൻ്റെ വില ഇതൊന്നും നമ്മൾ നോക്കണ്ട. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് സംസ്ഥാന പാതയിൽ നിന്ന് 100 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത്. തൊട്ടടുത്തൊക്കെ ആയിട്ട് നിരവധി വീടുകളുണ്ട്, VIP വീടുകളുണ്ട്. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ റൂട്ടിൽ പൂന്താനം എത്തുന്നതിന് മുന്നായിട്ട്, അരിക്കണ്ടമ്പാക്ക് കഴിഞ്ഞിട്ട് പൂന്താനം എത്തുന്നതിന് മുന്നായിട്ട് കൊണ്ടറമ്പ് പള്ളിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ്. പള്ളിപ്പടി, കൊണ്ടറമ്പ്. അപ്പോൾ മെയിൻ ബസ് റൂട്ടിൽ ഞാൻ പറഞ്ഞില്ല, ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. 1 ഏക്കർ 6 സെന്റ് സ്ഥലം. വീട് ഇതൊന്നും നോക്കണ്ട. ഇനി വില പറയുമ്പോൾ ശ്രദ്ധിച്ചോളി. നമ്മൾ എല്ലാം ബ്ലാങ്ക് ആക്കുക. കാലി സ്ഥലത്തിന് ഏകദേശം ബസ് റൂട്ടിൽ നിന്ന് മെയിൻ സംസ്ഥാന പാതയിൽ നിന്ന് ഒരു 100 മീറ്റർ ഡിസ്റ്റൻസ്, ഒരു 6 വീട് അപ്പുറത്താവുമ്പോൾ എത്ര ഉണ്ടാവും? ഏകദേശം ഒരു സെന്റ് സ്ഥലത്തിന് 1.5 ലക്ഷം വെച്ച് കാലി സ്ഥലത്തിന് കേട്ടോ. നമ്മൾ ഈ റബ്ബർ വീടൊന്നുമല്ല കൂട്ടുന്നത്, കാലി സ്ഥലത്തിന് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇത് അത്രയും അർജന്റാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽക്കല്. അർജന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വില കുറച്ച് പറയുന്നത്. 1.5 ലക്ഷം വെച്ചുകൊണ്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കാലി സ്ഥലത്തിന് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 1,60,00,000 രൂപയായി. വേണ്ട, 1.25 വെച്ച് കൂട്ടിക്കോളി. ഒരു സെന്റിന് 1,25,000 വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ 1,30,00,000 രൂപയായി. വേണ്ട, അത്രയും വേണ്ട. നമ്മൾ 1,20,00,000 രൂപയാണ് ചോദിക്കുന്നത്. അർജന്റ് സെയിലാണ്. ആർക്കെങ്കിലും ഇത് എടുത്തിട്ട് മുറിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പകുതി മുറിച്ച് കൊടുക്കുമ്പോഴേക്ക് തന്നെ നമ്മൾ മുടക്കിയ പൈസ നമ്മൾക്ക് ഫ്രീ ആയി. അർജന്റ് സെയിൽ എന്ന് പറഞ്ഞാൽ പോരാ, ബാങ്കിൽ അർജന്റായിട്ട് 61 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ്ലിക്ക് കൊണ്ടുപോയി കെട്ടണം. എന്നാലേ ഈ പ്രോപ്പർട്ടി നിലനിൽക്കുള്ളൂ. അത് കഴിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ടിൽ നമ്മൾ ഗ്യാപ്പ് വരാം. 6 മാസമോ 4 മാസമോ 5 മാസമോ എത്ര വെച്ചാലും നമ്മൾ നിന്ന് തരാം. ഈ പാർട്ടി നിന്ന് തരാൻ തയ്യാറാണ്. ഇത് എൻ്റെ പ്രോപ്പർട്ടി അല്ല കേട്ടോ. എൻ്റെ പ്രോപ്പർട്ടിയില്ല. ഒരുപാട് ആൾക്കാർ പല കമൻ്റ് ഇടും.
ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു പ്രോപ്പർട്ടികൾ നിവൃത്തികേട് കൊണ്ടാണ് ഇതൊക്കെ വിൽക്കുന്നത്. മനസാക്ഷിയില്ലാത്ത അനവധി ആളുകൾ ഇത് വഖഫാണ്, അതിൽ വെള്ളം കിട്ടൂല, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഇടും. ഇതൊക്കെ പൊന്നാര സ്നേഹിതന്മാരെ ഇതൊക്കെ വാങ്ങുന്നവർ ഇതൊക്കെ അന്വേഷിച്ചിട്ടാണ് വാങ്ങുള്ളൂ. ഇങ്ങനെ കുടുങ്ങി കിടക്കുന്ന ആളുകളെ ഇതിപ്പോ ഞാൻ എൻ്റെ ബിസിനസ് ഇതാണ്, എന്നും വീഡിയോ ചെയ്യാം. അപ്പോൾ ഇത് അതിൻ്റെ ഓണർമാർ ഇത് ഇവരിങ്ങനെ ഡെയിലി ഇങ്ങനെ നോക്കും ആരൊക്കെ കമന്റ് ഉണ്ട്. അപ്പം നിങ്ങളോരോ കമന്റുകളും അവർക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പം മനസാക്ഷിയുള്ള ഒരാൾ ഇങ്ങനൊന്ന് കമന്റ് നിട്ട് അങ്ങനത്തെ പാർട്ടിക്കാരെ തളർത്തരുത്. നല്ല കാര്യങ്ങൾ ചെയ്യുക, എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്കൊരു ആശ്വാസമാവും. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. എൻ്റെ നിങ്ങൾക്ക് എന്തും പറയാം. അപ്പോൾ ഒരു ഏക്കറ 6 സെന്റ് സ്ഥലം ഉദ്ദേശിക്കുന്നത് 1,20,00,000 രൂപ. എങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയാലും വാങ്ങുന്നവർക്ക് വൻ ലാഭമാണ്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ, ആവശ്യക്കാർ മാത്രം മുകളിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക. എൻ്റെ പേര് സേഫു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും വൈകിട്ട് 5 മണിക്ക് കാണാം. ഓക്കെ, ബൈ.